സുചേട്ടാ നമസ്കാരം. നമസ്കാരം. സുചേട്ടാ, തലനാരിഴയ്ക്ക് രക്ഷപ്പെടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത്തരത്തിൽ ഒരു രക്ഷപ്പെടൽ നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? സാധാരണ വ്യക്തികളെ കുറിച്ച് പറയും. പിന്നെ ഉം, ഭരണത്തലവന്മാർക്കെതിരെ ഒന്നും പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ നമ്മുടെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ അത്ഭുതമല്ല, അതിലധികം ആശ്ചര്യവും ആണ് നമുക്ക് തോന്നുന്നത്. പിന്നെ അമേരിക്ക ഇത് ഏത് ലെവലിലോട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ നാറ്റോയുടെ ഉച്ചകോടി അങ്കാറയിൽ നടന്നല്ലോ. ആ അങ്കാറയിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. എവിടെ നിന്നാണിത്? ട്രംപിന്റെ ലൊക്കേഷൻ വരെ ഇറാന്റെ ഏജന്റുമാർ കൃത്യമായി ട്രാക്ക് ചെയ്ത് ട്രംപിനെ വധിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അതിന്റെ അടുത്തെത്തി എന്നുള്ളതാണ് ഈ റിപ്പോർട്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. രഹസ്യാന്വേഷണ ഏജൻസികളാണ്, അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പൊ കണ്ടെത്തിയതേ ഉള്ളത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കൊടുത്തിരുന്നല്ലോ, ചൈനീസ് ഡ്രോണുകൾ വഴി UK പ്രതിരോധ രഹസ്യങ്ങൾ ചൈന ചോർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചൈന ഈ ഇടയ്ക്കാണ് കണ്ടുപിടിച്ചത്. എന്നിട്ട് ചൈന ഇന്റർനെറ്റ് മൊത്തം കട്ട് ചെയ്തിട്ട് അവന്മാര് ചോർത്താതിരിക്കുക. അതായത് പല പല നമ്മള് ഉദ്ദേശിക്കുന്ന വികസ്വര രാജ്യങ്ങൾ എന്ന് കരുതുന്ന സാധനങ്ങൾ പോലും അവരിപ്പോ കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അതീവ സുരക്ഷാ മുൻകരുതലോടുകൂടെയാണ് ട്രംപിനെ അങ്കാറയിൽ നിന്ന് അന്ന് മാറ്റിയത്. അത് നമ്മൾ കേട്ടത് ട്രംപ് സ്വന്തം വിമാനം ഉപേക്ഷിച്ച് വേറൊരു വിമാനത്തിൽ പോയെന്നാണല്ലോ നമ്മൾ കേട്ടത്. പക്ഷെ ട്രംപ് യഥാർത്ഥത്തിൽ അന്ന് പോയത്, നമ്മൾ ഈ ട്രെയിനിനകത്ത് ഉള്ള കഥകളൊക്കെ പറയുമ്പോൾ നമ്മൾ പറയില്ലേ, ട്രെയിനിൽ എങ്ങനെയാണ് നീ പോയത്, ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലായിരുന്നല്ലോ, അത് ഞാൻ ട്രെയിനിന്റെ കക്കൂസിൽ ഇരുന്നാണ് പോയത് എന്ന് പറയുന്നത് പോലെ ട്രംപ് അന്ന് വിമാനത്തിന്റെ കക്കൂസിൽ ഇരുന്നാണ് പോയത് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പൊ പുറത്തു വരുന്നത്. സത്യമായിട്ടും അങ്ങനെയാണ് പോയത്. ട്രംപ് സഞ്ചരിക്കേണ്ട ഔദ്യോഗിക വിമാനമായിട്ടുള്ള എയർഫോഴ്സ് വണ്ണിന് നേരെ മിസൈൽ ആക്രമണം നടത്താനായിരുന്നു ഇറാന്റെ പദ്ധതി. അപ്പോ ട്രംപിന്റെ ഓരോ നീക്കവും ഇറാൻ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് എന്ന് അന്ന് അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് കിട്ടി. ട്രംപ് താമസിച്ച സ്ഥലത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം ഇറാന് ഉണ്ടായിരുന്നു. ഇറാൻ ഏജന്റുമാർക്ക് അറിവുണ്ടായിരുന്നു. ഉച്ചകോടി നടന്ന സ്ഥലത്തിന് സമീപം തോളിൽ വെച്ച് തൊടുക്കാവുന്ന മിസൈലുകളുമായി ഒരാളെ കണ്ടെത്തിയതായിട്ട് റിപ്പോർട്ടുണ്ട്. അടുത്തുവരെ എത്തിയിട്ടുണ്ട്. ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികളും നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കൻ അത് കഴിഞ്ഞാണ് ട്രംപ് പറഞ്ഞത്, എന്നെ കൊന്നു കളഞ്ഞിട്ട് നിങ്ങൾ ഈ നാട്ടിൽ സുഖത്തോടെ ജീവിക്കുന്ന എനിക്ക് കാണണം എന്ന് ട്രംപ് പറഞ്ഞത്. അന്ന് പല ആൾക്കാരും പറഞ്ഞു ട്രംപിനെ വധിക്കാനൊക്കെ ഇറാന് തോളിൽ മിസൈലും വെച്ചോണ്ടാകുമ്പോൾ ട്രംപിന്റെ മൂക്കിന്റെ താഴത്ത് നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള അന്തരീക്ഷം. അപ്പൊ അന്ന് ഈ ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് നാടകീയ നീക്കങ്ങളാണ് അങ്കാറ വിമാനത്താവളത്തിൽ നടന്നത്. നാറ്റോ ഉച്ചകോടി കഴിഞ്ഞ് മടങ്ങാൻ ജൂലൈ 8 വിമാനത്താവളത്തിലെത്തിയ ട്രംപ് ക്യാമറകൾക്ക് മുന്നിൽ വെച്ച് പഴയ എയർഫോഴ്സ് വൺ വിമാനത്തിൽ കയറി. എന്നാൽ ആരും കാണാതെ ഇയാൾ രഹസ്യമായി ഇയാളെ പുറത്തെത്തിച്ച് തുടർന്ന് കേറ്ററിംഗ് ട്രക്കിനുള്ളിൽ ഇയാളെ ഒളിപ്പിച്ചു. അതായത് ഒരു കേറ്ററിംഗ് ട്രക്കിനുള്ളിൽ ഇയാൾ ഒളിപ്പിച്ചാണ് ഇയാള് ആരും കാണാതെ C-32A എന്ന ചെറിയ സൈനിക വിമാനത്തിലെ കേറ്ററിംഗ് ട്രക്കിനകത്ത് ഒളിച്ചിരുന്നാണ് ട്രംപ് എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കണേ. ഇറാൻ ഇപ്പോൾ ചില്ലറക്കാരനല്ല എന്നിപ്പോ പല പാശ്ചാത്യ മാധ്യമങ്ങളും എഴുതുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് വായിക്കേണ്ട ഒരു വാർത്ത, അമേരിക്കയിലെ സൈനികർ വലിയ വിഷയത്തിലാണ് കേട്ടോ. അവർക്ക് ശമ്പളം കൊടുക്കാൻ പൈസയില്ല. ശമ്പളം കൊടുക്കാൻ ട്രംപിന് പൈസ, അതിന് പോലും പൈസയില്ല. ശമ്പളം കൊടുക്കാൻ പൈസയില്ല, ആയുധക്ഷാമം നേരിടുന്നു. അതിനിടയിൽ ട്രംപിന്റെ പല രീതിയിലുള്ള അഭ്യാസങ്ങൾ. ഇനി യുദ്ധം ചെയ്യാൻ പൈസ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അമേരിക്കൻ സൈനികർക്ക് ശമ്പളം കൊടുക്കാനും പൈസ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ ഗതികേട് എന്നുള്ളതിൽ കവിഞ്ഞ് ഒന്നും പറയാനില്ല. ഇത് നേരത്തെ കണ്ടിട്ടായിരിക്കും നാറ്റോ പറഞ്ഞത് നമുക്കൊരു പ്ലാൻ ബി വേണം, കാരണം ഇയാളെ കയ്യിൽ ഇനി ഒന്നുമില്ല. നമ്മൾ ആ വാർത്ത എടുത്തിട്ടുണ്ടായില്ല, കാരണം ഇയാളെ വിശ്വസിച്ചിരിക്കാം ഒരു പ്ലാൻ, കാരണം അയാൾക്ക് ആയുധങ്ങളില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് നേരത്തെ കണ്ടിട്ടാണ് ഇസ്രയേല് ഇന്ത്യയിലേക്ക് വന്ന് നമുക്കിനി രണ്ടുപേർക്കും കൂടെ ചേർന്ന് ആയുധങ്ങൾ ഉണ്ടാക്കാം. കാരണം ഇവനെ നമ്പി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, കാരണം ഇവന്റെ കയ്യിൽ റോക്കറ്റും ഇല്ല, മിസൈലും ഇല്ല, ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഇവനുമായിട്ട് ചേർന്ന് ഉണ്ടാക്കാൻ എന്നുള്ള രീതിയിലാണ് അവർ വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ അമേരിക്കയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യത്തിൽ നമ്മൾ ഈ വാർത്ത 3-4 ദിവസം മുമ്പ് വന്നതാ, ഇന്നലെ മാധ്യമങ്ങളിൽ വന്നിരുന്നു. ഇത് എടുക്കാൻ വൈകിയത്. ഞാൻ ഇവിടെ ഒരു ചെറിയ കാര്യം പറയുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഇത് നരേന്ദ്രമോദി ആയിരുന്നെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ എന്തൊക്കെ വാർത്ത വന്നാണ്. കക്കൂസിൽ ഒളിച്ചിരുന്ന് മോദി എന്തിനാടാ ഓടിയത്, മോദിയുടെ 56 ഇഞ്ച് എവിടെ എന്നൊക്കെ ചോദിക്കും അല്ലേ. ട്രംപ് ആയതുകൊണ്ട് ഇവിടെ ഈ അത്തരത്തിലുള്ള മാധ്യമങ്ങളെല്ലാം ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് മിണ്ടാതിരിക്കുകയാണ്. ഇത് കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ചിരിക്കുകയാണ്. ഒരു അമേരിക്കൻ പ്രസിഡന്റ്, എനിക്ക് തോന്നുന്നത് എന്റെ അറിവിൽ, എന്റെ ഈ പ്രായപരിധിക്കുള്ളിൽ ഇതുപോലെ പോയിട്ടുള്ള ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. എത്ര അമേരിക്കൻ നല്ല മിടുക്കന്മാരായിട്ടുള്ള ജോർജ് ബുഷ് ആയിരുന്നു, യുദ്ധവീരനായിരുന്നു, അച്ഛനും മോനും, ബുഷ് 1-ാമനും 2-ാമനും ഒക്കെ. എന്നിട്ട് പോലും അവർക്കൊന്നും ഇങ്ങനെ മുങ്ങി നടക്കേണ്ടതോ പേടിച്ചിരിക്കേണ്ടതോ ആയിട്ടുള്ള ഒരു അവസ്ഥ വന്നിട്ടില്ല. ഇല്ലെങ്കിൽ ഇത് കണക്ക് ഒളിച്ചു കിടക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല എന്നുള്ളതാണ്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വലിയ ഒരു ക്രിക്കറ്റ് ചാമ്പ്യന്മാരായ ടീം ഈ സ്കൂൾ പിള്ളേരുമായിട്ട് കളിച്ച് തോക്കുന്നത് പോലെയാണ് എനിക്കിപ്പോൾ തോന്നിയിരിക്കുന്നത്. കാരണം ഇവിടെ എന്തൊക്കെയായിരുന്നു, ഇറാനെ ചവിട്ടും ഒടിക്കും. അന്ന് നമ്മൾ പറഞ്ഞു ഇറാന്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുത്. അവന്മാർ ഫുൾ ടൈം ഒരു വാർ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവിടുത്തെ ജനമായാലും അവരായാലും ഒക്കെ അവിടെ, കാരണം എക്സ്പീരിയൻസ് ഉള്ളവനും മറ്റവരും തമ്മിൽ വ്യത്യാസമുണ്ട്. ആയുധങ്ങളുടെ ചിലപ്പം അമേരിക്കയുടെ കയ്യിലുള്ള അത്ര ആയുധങ്ങളൊന്നും ഇറാന്റെ പക്കൽ ഉണ്ടായില്ല. പക്ഷെ ഉള്ള ആയുധം കൃത്യമായിട്ട് എവിടെ കൊണ്ട് ഇടണമെന്ന് അവന് കൃത്യമായിട്ട് അറിയാം. കാരണം എക്സ്പീരിയൻസ്ഡ് ആണ് അവർ. എത്രയോ വർഷമായിട്ട് തന്നെ 1970 മുതൽ തന്നെ അവിടെ സംഘർഷങ്ങളും ആഭ്യന്തര കലാപങ്ങളും ഒപ്പം തന്നെ യുദ്ധങ്ങളും ഒക്കെ അനവധി കണ്ടിട്ടുള്ള ഒരു രാജ്യമാണ്. അവിടെ പോയിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ അവിടെ ഈ രക്ഷപ്പെടൽ ഇപ്പോൾ ഒരു വലിയ വിവാദമായി അമേരിക്ക മാറിയിട്ടുണ്ട്. അവിടെ ഒരുപാട് പേര് പറയുന്ന കാര്യം, ട്രംപ് ചതിക്കുകയായിരുന്നു സ്വന്തം സുരക്ഷാ ജീവനക്കാരെ അടക്കം. അവന്മാരെ ഈ വിമാനത്തിൽ വിട്ടു പുള്ളി, അവരെ ഈ വിമാനത്തിൽ വെച്ചിട്ടാണ് പുള്ളി എസ്കേപ്പ് ചെയ്തത് അവിടുന്ന്. അതായത് അവരെ കുരുതി കൊടുത്തിട്ടാണ്. അതായത് മിസൈൽ വീണോട്ടെ, ഞാൻ രക്ഷപ്പെട്ടു, ഇനി അവന്മാരുടെ കാര്യം അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള ധാരണ. ഇപ്പൊ അത് വലിയ പ്രതിഷേധമായിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊരു പ്രതിഷേധം ഇപ്പൊ അവിടെ ഉയരുന്നുണ്ട്, ഒരു വലിയ ആരോപണം ഉയരുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമായതുകൊണ്ടാണ് ഇവർ ഈ വലിയ അടിയിൽ നിന്ന് ഇപ്പൊ മാറി നിൽക്കുന്നത്. കാരണം ഇപ്പോ കുറെ പൈസ ഇപ്പൊ മുടക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അടി തുടർന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ GCC രാജ്യങ്ങളുടെ ഒന്നും വലുതായിട്ടൊന്നും വിടുങ്ങാൻ നിവൃത്തിയില്ല. കാരണം ഈ ഖത്തറൊക്കെ ഇപ്പൊ ഏതാണ്ടൊക്കെ റിഫൈനറികളൊക്കെ പൂട്ടി വെച്ചിരിക്കുകയാണ്. കച്ചവടം നടന്നാലല്ലേ അവനെന്തെങ്കിലും കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതും ഇല്ലാത്ത അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ പിന്നെ പുള്ളി ചിന്തിച്ച് കാണുമായിരിക്കും, ഇനി കൂടുതൽ പൈസ മുടക്കി കഴിഞ്ഞാൽ ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഇനി അടുത്ത കാലത്ത് കിട്ടാൻ പറ്റും. കാരണം അടി രൂക്ഷമായി കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ ഇറാൻ എന്ത് ചെയ്യും, GCC കൺട്രീസിനെ ആക്രമിക്കും. അപ്പൊ അവിടുന്ന് കിട്ടത്തില്ല, ഇവിടുന്നും കിട്ടത്തില്ല. ചുമ്മാതെ കൊണ്ടുവന്ന് പൈസ മുടക്കാന്നല്ലാതെ വേറെ നിവൃത്തിയില്ല. പിന്നെ നാറ്റോ രാജ്യങ്ങൾ ആരെങ്കിലും കൊടുക്കുവോ? അവര് തുടക്കം മുതലേ വലിഞ്ഞു നിൽക്കുക. പുള്ളി അവർക്ക് നന്നായിട്ട് അറിയാമല്ലോ ഇക്കാരെ. അതുകൊണ്ട് തന്നെ അവരിത് അടുക്കാതെ അവർ മാറി നിൽക്കുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. അതുകൊണ്ട് അവരുടെ തലയ്ക്ക് ഇത് വെക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് പുള്ളി വേറൊരു ഉടായി പിറക്കിയായിരുന്നു. ഹോർമുസ് എല്ലാവരുടെയും കൂടെയാണ്. അതുകൊണ്ട് നമുക്ക് സംയുക്തമായിട്ട് ഒരു നീക്കം നടത്താം. അതായത് എല്ലാ രാജ്യങ്ങളും ഹോർമുസ് വഴി ചരക്കെത്തിക്കുന്ന എല്ലാ രാജ്യങ്ങളും സംയുക്തമായിട്ട് അവരുടെ സേനകളെ അയക്കുക. നമുക്ക് എല്ലാവരും കൂടെ ചെന്നിട്ട്, എന്തിനായിരുന്നു അറിയാം സാധനം, ഇദ്ദേഹത്തിന്റെ ചെലവ് എല്ലാവരും കൂടെ ഷെയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. പക്ഷെ അതിനകത്ത് ആരും കൊത്തിയില്ല. കൊത്തിയില്ലെന്ന് മാത്രമല്ല, കൂട്ടത്തിലുള്ളവന്മാർ പോലും അടുത്തില്ല. അവർക്ക് മനസ്സിലായി ഇത് ഉടായിപ്പാണ്. കൂട്ടത്തിൽ അങ്ങോട്ടേക്ക് ഷിപ്പും കുന്തവും ഒക്കെ അയച്ചാൽ നമ്മുടെ തലയ്ക്ക് വരും ഇത്. ആ ചെലവ് എന്തിനാ എടുക്കുന്നതെന്ന് വെച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. പിന്നെ ഇറാന്റെ വൈരാഗ്യം, കാരണം ഇറാനെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് പ്രോക്സികളുണ്ട്, പൊട്ടിത്തെറിക്കാൻ ഉള്ള ടീമുകളുണ്ട്, ചാവേറുകൾ ഒരുപാടുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. അപ്പൊ സമാധാനപരമായി പോകുന്നവന്മാരുടെ നാട്ടിൽ എന്തിനാണ് ഈ പ്രശ്നം അവരും ചിന്തിച്ചിട്ടുണ്ടാവും. ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്, ഹോർമുസിന് പുറമെ ചെങ്കടലിൽ കൂടെ ഹൂത്തികൾ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുകയാണ്. അതും സൗദിയുടെ ഒരു ഷിപ്പിന് നേരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനകത്ത് 3 പേര് പിന്നെ പാക് പൗരന്മാരാണ്, 1 പൗരൻ പാകിസ്ഥാന്റെ പൗരന്മാരാണ്, ഒരാൾ ഇന്തോനേഷ്യൻ പൗരനാണ്. ഇങ്ങനെ 6 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ 4 പേര് ഇവരൊക്കെ തന്നെയാണ്, ബാക്കി 2 പേര് ഏതാണെന്ന് അറിയില്ല. ഏതായാലും അതൊരു ആക്രമണം നടത്തിയിട്ടുണ്ട്. അതായത് ചെങ്കടലിലും സംഘർഷഭരിതമായി, അത് 2 വഴി അടഞ്ഞിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ദുഷ്കരമായ ഒരു അവസ്ഥയാണ്. കാരണം ചരക്കുകൾ നീങ്ങാൻ ഇന്ത്യ മാത്രമല്ല ഒരുപാട് രാജ്യങ്ങൾ തമ്മിൽ, കാരണം യൂറോപ്പുമായിട്ടും കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണല്ലോ ചെങ്കടൽ എന്ന് പറയുമ്പോൾ. അപ്പൊ എങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാതെ മൊത്തത്തിൽ ഒരു പെട്ടുകിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെയാണ് പുള്ളി 100% താരിഫിന്റെ ഒരു പുതിയ ഉടായിപ്പായിട്ട് രംഗത്തെത്തി. അതുകൊണ്ടാണ് ഇന്ത്യ പറഞ്ഞത്, താരിഫിന് 100 അല്ല 500 ആയാലും ഞങ്ങൾ റഷ്യയിൽ നിന്ന് തന്നെ എണ്ണ വാങ്ങും. കാരണം വേറെ വഴിയില്ല, വേറെ എവിടുന്ന് എണ്ണ കിട്ടാനാണ്? പുള്ളി പറഞ്ഞെങ്കിൽ പുള്ളിയുടെ നാട്ടിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അത് നടക്കുന്ന കേസൊന്നും അല്ലല്ലോ, ഒരുപാട് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതാണ് ഇപ്പോൾ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് നേരിടാത്ത ഒരു പ്രതിസന്ധിയാണ് ട്രംപ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം സ്വന്തം രാജ്യത്ത് തന്നെ നാൾക്ക് നാൾ പുള്ളിയുടെ ഈ ജനപിന്തുണ കുറഞ്ഞു വരുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ വന്നിരിക്കുന്ന പുതിയ സർവേ പ്രകാരം 31% പേര് മാത്രമേ അദ്ദേഹത്തെ പിന്തുണയ്ക്കാനുള്ളൂ ഇപ്പോൾ. അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് പുള്ളി പോയിരുന്നു. കാരണം അതായത് പുള്ളിയുടെ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഒരു ലോക പോലീസ് പട്ടത്തിന് ഒരു ക്ഷതമേൽപ്പിക്കുന്ന ഒരു യുദ്ധമായിട്ട് ഇറാൻ യുദ്ധം പരിണമിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. പിന്നെ ട്രംപ് കയറിയത് മുതൽ അമേരിക്ക എന്താണെന്നുള്ള കാര്യം ലോകത്തിന് മനസ്സിലാക്കി തുടങ്ങി. വിചാരിക്കുന്നതൊക്കെയല്ല, അവിടെയും സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വളരെ രൂക്ഷമാണ് അവിടെയും. പിന്നെ പുള്ളിയെ നമ്പാൻ പറ്റില്ലെന്ന് കൂട്ടത്തിലുള്ളവർക്ക് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കറക്റ്റായിട്ട് അമേരിക്ക ഇത്രയും നാളും മൂടി വെച്ചിരുന്ന അവരുടെ അജണ്ടയെല്ലാം പൊളിച്ച് പുറത്ത് കാണിക്കാൻ ട്രംപിന് കഴിഞ്ഞു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഏതായാലും മുസ്ലിം നാറ്റോ, പുതിയ രൂപീകരിച്ച മുസ്ലിം നാറ്റോ, അവർക്ക് വേണമെങ്കിൽ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു ഈ ഹൂത്തികളുടെ ആക്രമണം. വേണമെങ്കിൽ പാകിസ്ഥാനും തുർക്കിക്ക് സൗകര്യപ്രദമാണ് യമനിൽ ആക്രമണം നടത്താൻ. കാരണം അവരുടെ അവിടെ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവർക്ക് വേണമെങ്കിൽ 2-3 മിസൈൽ വേണമെങ്കിൽ വിടാം. ഞങ്ങളുടെ സഖ്യകക്ഷിയെ തൊട്ടതിൽ പ്രതിഷേധിച്ചുണ്ട്. പക്ഷെ അവരതിന് അനങ്ങിയിട്ടില്ല. കാരണം അവിടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തുർക്കിയിലെ പല ഭാഗത്തും
പൊട്ടിത്തെറികൾ ഉണ്ടാവും. കാരണം തുർക്കി ഓൾറെഡി തന്നെ ഭീകരന്മാരുടെ കേന്ദ്രമാണ് ഈ തുർക്കി. മുമ്പ് അവിടെ ഒരു പിന്നെ നാച്ചുറൽ കലാമിറ്റി ഉണ്ടായത് ഓർമ്മയുണ്ട്, ഒരു ഭൂകമ്പം ഉണ്ടായത് ഓർമ്മയുണ്ട്. നമ്മുടെ ഒരു ഓപ്പറേഷൻ ഉണ്ട്, ഉണ്ട്. ദോസ്ത് അതെ, അതെ. അതിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് ഭീകര സംഘടനയുടെ ആളുകളായിരുന്നു. അവര് തമ്പടിച്ചിരുന്ന താഴ്വാരങ്ങളിലാണ് ഇത് സംഭവിച്ചത്. അപ്പം അങ്ങനെയുള്ളൊരു രാജ്യമാണത്. അപ്പൊ അവിടെയൊക്കെ കൊണ്ട് കുത്തി ഇളക്കാനായിട്ട് ഇവരിപ്പം തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നുള്ളതൊന്ന് പാകിസ്ഥാനാണ്. അവരിപ്പം ഇനി ഇവിടുന്ന് എന്ത് ചെയ്യാനാണ് എന്നുള്ളതും അറിയില്ല. ഹൂത്തികളുമായിട്ടൊക്കെ ഏറ്റുമുട്ടി മരണം വരിക്കുമോന്ന് അറിയത്തില്ല. കാരണം പാകിസ്ഥാന് അതിന് സമയം കിട്ടുമെന്ന് അറിയത്തില്ല. കാരണം ഇന്നലെ പാകിസ്ഥാനിൽ പുതിയൊരു രാജ്യം പ്രഖ്യാപനം നടത്തിയായിരുന്നു. ബലൂചിസ്ഥാൻ സ്വതന്ത്രമായതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. റിപ്പബ്ലിക് ഓഫ് ബലൂച്ച് എന്നാണ് അവരുടെ രാജ്യത്തിന്റെ പേര്. അവര് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക്, തിങ്ക് ടാങ്ക് ഗ്രൂപ്പുകൾക്കൊക്കെ നന്ദി പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ വിഷയങ്ങൾ ലോകത്തിന് മുമ്പിൽ നിങ്ങളാണ് അതിനെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട്. ഏതായാലും ഇറാൻ യുദ്ധത്തോടു കൂടി തന്നെ അമേരിക്കയുടെ ഒരു ഹുങ്ക് അവസാനിപ്പിക്കാൻ ഒരു പരിധി വരെ ഇറാൻ യുദ്ധത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അവിടെയാണ് ഈ ധനുഷ് പറഞ്ഞതൊക്കെ ഇസ്രായേൽ ഇപ്പോൾ ഇന്ത്യയുമായി കൂടുതൽ അടുത്ത്, ഒരു കാലത്ത് ഇസ്രായേലിന്റെ പക്കൽ നിന്നും ആയുധം വാങ്ങാനൊക്കെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം ഇന്ത്യ. ഇന്നിപ്പോ ഇസ്രായേലിന്റെ അത്യാവശ്യ ഘട്ടങ്ങൾക്ക് ഇവിടെ നിന്നാണ് ആയുധം കയറിപ്പോകുന്നത്. കാരണം നമ്മൾ അവർ തമ്മിൽ സംയുക്തമായിട്ട് ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അതിലേക്കുള്ള ഒരു മാറ്റം ഇസ്രായേലിന് കാര്യം മനസ്സിലായതുകൊണ്ടാകാം കൂടുതൽ ഇങ്ങോട്ടേക്ക് ഒരു ചായ്വിലേക്ക്. അത് പണ്ടും അങ്ങനെ തന്നെയാണ് അവർ ആ ഒരു രീതിയിലൊക്കെ. ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് ഇനി അടുത്ത സെക്ഷനിൽ. ഏതായാലും ഇപ്പോൾ ട്രംപ് പറയുന്നത് സാമ്പത്തിക ഉപരോധത്തിലൂടെ ഇറാനെ ഞങ്ങൾ മുട്ടുകുത്തിക്കുമെന്നാണ്. അപ്പൊ എന്റെ ഒരു സംശയമാണ്, ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ അല്ലേ? ഇറാന് സാമ്പത്തിക ഉപരോധമായിരുന്നു നേരത്തെ തന്നെ. ഇനി ഇതിൽ കൂടുതൽ എന്ത് ഉപരോധമാണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. നിലവിൽ അതാണ്. ഇനി അതിൽ കൂടുതൽ എന്ത് ഉപരോധമാണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ഇനി ഹോർമുസ് അടയ്ക്കുമായിരിക്കും, അങ്ങനത്തെ എന്തെങ്കിലും. പക്ഷെ ഹോർമുസ് അടച്ചാൽ പിന്നെ അവർ ആക്രമിച്ചുകൊണ്ടിരിക്കും. ഇനിയിപ്പോ പലയിടത്തും പ്രശ്നം ഉണ്ടായിക്കൊണ്ട് ഈ യുദ്ധം ഉടനെ ഒന്നും തീരാൻ സാധ്യതയില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ മിസൈലുകൾ വായിച്ചും ഡ്രോണുകൾ വിട്ടും ഇതിങ്ങനെ അനസ്യൂതം ആനന്ദിച്ച് പോകും. അടുത്ത ഒരു വലിയ അടി വരുമ്പോഴേക്കും ഇതിന്റെ ഇടയിൽ നമ്മൾ കാണാത്ത വേറൊരു വലിയൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് ഹോർമൂസ് ഇപ്പോ തുറക്കുന്നുണ്ടോ അടയ്ക്കുന്നുണ്ടോ എന്നുള്ള ചർച്ചകളൊന്നും ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്നില്ല. നമ്മൾ പെട്രോൾ അടിക്കുന്നു, പോകുന്നു, നമുക്ക് ഗ്യാസ് കിട്ടുന്നു, സുഖമായിട്ട് നമ്മൾ സ്വസ്ഥമായിട്ട്. ചേട്ടാ, ഇന്ത്യയിൽ ഇത്ര ശതമാനം ഹോർമൂസിൽ നിന്നാണ്, 80% കച്ചവടം എന്തോ ഹോർമൂസിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഹോർമൂസ് അടയ്ക്കുന്നു തുറക്കുന്നു കപ്പലോ എത്ര നാളായത്? ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു എണ്ണ പ്രതിസന്ധിയോ ഒരു ഗ്യാസ് പ്രതിസന്ധിയോ വന്നിട്ടുണ്ടോ? എല്ലാ ഹോട്ടലുകളും തുറന്നു, എല്ലാ സംഭവങ്ങളും തുറന്നു. ഇത്രയും ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു സർക്കാർ നമ്മുടെ രാജ്യത്ത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതും ആ സർക്കാർ അത് വിളിച്ചു പറയുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ന്യൂനതയായിട്ട് ഞാൻ കണക്കാക്കുന്നത്. മനസ്സിലായില്ല? അത്ര ഒരു പ്രശ്നം. പെട്രോളിന് വില കൂട്ടി അവിടെ തന്നെ നിൽക്കുകയാണ്. ആ ഒരു സെറ്റപ്പിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. നമ്മളിപ്പോഴും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി നമ്മൾ നടത്തുന്നു. LNG LPG മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇറക്കുമതി നടത്തുന്നു. നമ്മൾ വേറെ രാജ്യങ്ങളുമായിട്ടുള്ള പാതകൾ തുറക്കാനുള്ള സെറ്റപ്പും അതൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് നടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. അല്ല, അപ്പോഴും ഇവിടെയുള്ള ഈ നവസഭകളുടെ യൂട്യൂബുകൾ പറയുന്നത് അറിയാവോ? അമേരിക്ക പറയുന്നത് കേൾക്കണം, എണ്ണ ഇറക്കുമതി ചെയ്യരുത്. എടാ, നിന്റെ വണ്ടിക്ക് പിന്നെ ആര് പെട്രോൾ അടിച്ചു തരും? അതൊന്നും ആലോചിക്കേണ്ടത്. ഈ എണ്ണ എവിടെ നിന്ന് കൊണ്ടുവരും? ഇല്ലെങ്കിൽ ഈ അമേരിക്കൻ എണ്ണ മേടിക്കാനാണ് ഇവർ പറയുന്നത്. അമേരിക്ക പുഷ്ടിപ്പെടുത്തു. അപ്പൊ അമേരിക്കൻ എണ്ണയ്ക്ക് ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞാൽ അത്ര എക്സ്പെൻസ് കൂടുതലാണ്. ആ എക്സ്പെൻസ് എവിടെ കൊണ്ട് കൊടുക്കും സർക്കാർ? മോദിയുടെ വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നിതിൻ ഗഡ്കരിക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പകരം ഇത് നമ്മുടെ മുകളിലാണ് അത് വരുന്നത്. ഈ 114 രൂപ എന്നുള്ളത് ചിലപ്പോൾ 150 രൂപയാവും. അപ്പൊ എന്താണ്? കേന്ദ്രത്തിനെതിരെ ഒരു സമരം വെക്കാൻ പറ്റും. ഇതാണ് ഇവരുടെ ഉദ്ദേശം. അല്ല, അവരുടെ ഒരു ബുദ്ധി ഭയങ്കര രസകരം, പ്ലാനിങ് ഭയങ്കര രസകരമാണ്. കാരണം E20 പെട്രോൾ നേരത്തെ വന്ന ഈ യുദ്ധത്തിനൊക്കെ നേരത്തെ 2 വർഷം മുമ്പേ ഒക്കെ അതിന്റെ പണിയൊക്കെ തുടങ്ങിയ ഒരു സാഹചര്യമാണ്. അപ്പോൾ യുദ്ധം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പെട്രോളിനൊരു ഞെരുക്കം വരുമെന്ന് ഇവർക്കറിയാം. ആ പെട്രോളിന് ഞെരുക്കം വരുന്ന ആ സമയത്ത് തന്നെ E20 പെട്രോളിനെതിരെ ഒരു സമരം പ്രഖ്യാപിച്ച് കേന്ദ്രത്തിനെ കൊണ്ട് E20 പെട്രോളിന്റെ മേലൊരു സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ അത് മാറി കിട്ടുമല്ലോ. അപ്പൊ പിന്നെ സാധാരണ പെട്രോൾ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ കുറച്ചുകൂടെ ഞെരുക്കം വരും എന്നാണ് ഇവർ വിചാരിച്ചത്. അസ്ഥാനത്തായി പോയി, ചീറ്റി പണ്ടാരെ തുടങ്ങിപ്പോയി ആ കാര്യങ്ങളൊക്കെ. എന്തുകൊണ്ടാണ് ഇത്തരം സംഘടനകളെയും പാർട്ടികളെയും ഒക്കെ ആളുകൾ ഒരു കൈ അകലത്തിൽ നിർത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നതിന്റെ കാരണം ഇതാണ്. കാരണം ഇപ്പൊ ഈ അരവിന്ദ് കെജ്രിവാൾ ഇപ്പൊ ഒരു സമരം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ല അതിനകത്ത്. ആ സമരത്തിലും ഇല്ല, എങ്ങും ഇല്ല. പാർട്ടികൾ ഇപ്പൊ ഓടി നടന്നിട്ട് സ്കൂളുകൾ നവീകരിക്കുന്ന ഒരു തിരക്കിലാണ്. ആദ്യം നിങ്ങളുടെ സപ്പോർട്ടേഴ്സിന്റെ സംസ്ഥാനത്തൊക്കെ ആദ്യം പോയിട്ട് നോക്കൂ സ്കൂളുകൾ. അവിടുന്ന് ആദ്യം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരൂ, എന്നിട്ട് പോവാം. ഇപ്പൊ ഇതാണ് ഇവരെയൊന്നും ആരും അംഗീകരിക്കാത്തതും ഇവര് പറയുന്ന ആരും നമ്പാത്തതിന്റെ കാര്യം. രാജ്യവിരുദ്ധതയാണ് മെയിൻ സാധനം. ഇപ്പൊ ധനുഷ് പറഞ്ഞത് ശരിയാ. ഈ യുദ്ധം നടക്കുമ്പോൾ E20ക്കെതിരെ സമരം ചെയ്യുക, E20 പൂട്ടിക്കുക. അപ്പൊ പെട്രോളിന് ഞെരുക്കം സംഭവിക്കും. പെട്രോളിന് ഞെരുക്കം സംഭവിക്കുമ്പോൾ കൂടിയ വിലയ്ക്ക് സർക്കാർ പെട്രോൾ ഇറക്കുമതി ചെയ്യേണ്ടി വരും.
കൂടിയ വിലയ്ക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരുമ്പോൾ കൂടിയ വിലയ്ക്ക് പൊതുജനത്തിന് കൊടുക്കേണ്ടി വരും. അപ്പൊ വീണ്ടും ഒരു സമരം തുടങ്ങാം. ഇന്ധന വില വർധന ഇപ്പൊ പാകിസ്ഥാനിൽ വലിയ സമരമാണ്. ഇന്ധന വില വർധനവിനെതിരെയും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചതിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ വലിയ പ്രകടനങ്ങളും കാര്യങ്ങളും പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കും. വലിയ ഒരു കലാപത്തിന്റെ വക്കിലേക്ക് എത്തി നിൽക്കുക. അവിടെ പെട്രോൾ പമ്പ് പാകിസ്ഥാനില് പെട്രോൾ പമ്പുകളെല്ലാം അടച്ചിടാൻ പോവുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 16 മുതൽ പെട്രോൾ പമ്പുകൾ ഇല്ല പാകിസ്ഥാൻ. ഇതേ ഒരു സിറ്റുവേഷൻ നമ്മുടെ രാജ്യത്ത് ആഗതമാകേണ്ടതായിരുന്നു യഥാർത്ഥത്തിൽ. എനിക്ക് തോന്നുന്നു ഇത് ലക്ഷ്യം വെച്ചിട്ടാണ് ഈ FCRA ബില്ല് വരുന്ന പശ്ചാത്തലത്തിൽ ഇങ്ങനൊരു സംഭവം. അതായത് നേരത്തെ ഒരു നിരീക്ഷകന്മാർ പറയുന്നത് നരേന്ദ്രമോദിയെ ഇന്ത്യയിൽ തോപ്പിക്കണമെങ്കിൽ ഇനി ഒരു യുദ്ധത്തിൽ ഇന്ത്യ ദയനീയമായി പരാജയപ്പെടണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ കൊടിയ അനാർക്കിസം വരണം. ആ പെട്രോളൊക്കെ ആണെങ്കിൽ എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. അപ്പൊ അത് ലക്ഷ്യം വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയൊക്കെ രൂപീകരിക്കപ്പെട്ടത്. അവര് പെട്രോളിൽ കയറി പിടിക്കാനാണ് ശ്രമിച്ചത്, പക്ഷെ അത് നടന്നില്ല. അതുകൊണ്ട് അവർ വിദ്യാഭ്യാസത്തിൽ കയറി പിടിച്ചു. അങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് ഇപ്പൊ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ആ വിദ്യാഭ്യാസത്തിൽ പിടിച്ചിട്ട് ജീറ്റില്ല. ജാർഖണ്ഡ് നടക്കുന്ന സമരത്തിനകത്ത് ആ വഴിക്ക് പോയിട്ടില്ലല്ലോ അവന്മാര്. ആ വഴിക്ക് പോയിട്ടില്ല, ആ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. എന്തായാലും ജാർഖണ്ഡിൽ സമരം കൊടുമ്പിരി കൊള്ളുകയാണ്. അതിന്റെ ഇടയിൽ വേറൊരു സന്തോഷകരമായിട്ടുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്ന അഭിജിത്ത് ദീപ്കയുടെ ഡിഗ്രി ഫേക്ക് ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഇവ എന്തിനാണ് USA പോയി പഠിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. വരും ദിവസങ്ങളിൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും. താങ്ക് യു സോ മച്ച്.